എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം ഇന്ന് ഞങ്ങളുടെ കൊയ്ത്ത് കഴിഞ്ഞിരിക്കുകയാണ്. മെഷീനിലല്ല, കയ്യിലാണ് ഇന്നത്തെ ഞങ്ങളുടെ കൊയ്ത്ത്. ഇപ്പോൾ പഴയ പോലെ കൊയ്ത്തുത്സവമൊന്നുമില്ല. ഇപ്പോൾ എല്ലാവരും മെഷീനിലാണ് കൊയ്യുന്നത്. മെഷീനിൽ കൊയ്യുന്ന ഈ കാലത്തും നമ്മളെന്തുകൊണ്ട് ആളുകളെ വെച്ച് കൊയ്തു? കൊയ്ത്തും കൊയ്ത്തിൻ്റെ എല്ലാ വിവരണങ്ങളും അറിയാൻ ഈ വീഡിയോ മുഴുവനായി കാണുക. ഇപ്രാവശ്യം നമ്മളിറക്കിയത് TP5 എന്ന് പറഞ്ഞ വിത്താണ്. മറ്റുള്ള പാടങ്ങളെ അപേക്ഷിച്ചത് പെട്ടെന്ന് ഈ വിത്തിൽ വിള വന്നു. അങ്ങനെ നമ്മുടെ പാടം പെട്ടെന്ന് കതിരെല്ലാം വന്ന് കൊയ്യാനായപ്പോൾ മറ്റു മാർഗങ്ങളില്ല. കാരണം ഒരു പാടത്തിന് മാത്രമായിട്ട് കൊയ്യാൻ മെഷീൻ വരില്ല. അതിനായി ചുറ്റുമുള്ള പാടങ്ങളും വിളയണം. നമ്മൾക്ക് ചുറ്റുമുള്ള ഒരു പാടവും ഇപ്പോൾ കൊയ്യാനായിട്ടില്ല. അങ്ങനെ നമ്മുടെ മാത്രം പെട്ടെന്നായതുകൊണ്ട് ആളെ വെച്ച് കൊയ്യേണ്ടി വന്നു. ആളെ വെച്ച് കൊയ്യാണെങ്കിൽ മെഷീൻ കൊയ്ത്തിലേയും വെച്ച് നമുക്ക് നല്ല ലാഭമാണ്. പക്ഷേ ഊർവശി ശാപം ഉപകാരം. ആളെ വെച്ച് കൊയ്തുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ കൊയ്ത്ത് കാണാൻ പറ്റിയതും നിങ്ങളെ കാണിക്കാൻ പറ്റിയതും. അടുത്ത തലമുറയ്ക്കെല്ലാം ഈ കൊയ്ത്ത് കാണണമെന്നില്ല. കാരണം ഈ ഒരു തലമുറ കഴിഞ്ഞാൽ ഇനി നമ്മൾക്ക് കൊയ്യാനൊന്നും ആളില്ല. ഈ അരിവാൾ കൊണ്ട് നെൽക്കതിർ മുറിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. നെൽകൃഷിയുടെ വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നത് പ്രധാനമായി 3 ഘടകങ്ങളാണ്: വിത്തിൻ്റെ ഗുണമേന്മയും, കാലാവസ്ഥ, പിന്നെ പരിപാലനം. ഇതിൽ 3ാമത്തെ ഘടകം മാത്രമാണ് കർഷകൻ്റെ നിയന്ത്രണത്തിലുള്ളത്. നമ്മളൊക്കെ 100 മേനി എന്ന് പറയാറില്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? 1 ഏക്കറിന് 30 കിലോ നെൽവിത്ത് ഞാറ്റടി ഉണ്ടാക്കാൻ ഉപയോഗിച്ചുവെങ്കിൽ അതിൽ നിന്ന് 3000 കിലോ നെല്ല് കിട്ടിയാൽ അത് 100 മേനിയായി. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ 100 മേനി വിളവെടുക്കുന്ന ഒരുപാട് കർഷകരുണ്ട്. ഞാറ് നടുമ്പോൾ ആദ്യത്തെ 42 ദിവസം വളരെ പ്രധാനമാണ്. അപ്പോൾ കളകളൊക്കെ വരാതെ നോക്കണം. നോക്കിയാൽ പിന്നെ വരില്ല. അപ്പോഴേക്കും നെല്ല് നല്ല ചിനച്ച് തിങ്ങി വളർന്നിട്ടുണ്ടാവും. അങ്ങനെ കൊയ്ത നെല്ല് ട്രാക്ടറിൽ കയറ്റി. പണ്ടൊക്കെ ഇത് തലച്ചുമടായിട്ടാണ് എടുത്തു പോയത്. ഇപ്പോൾ പിന്നെ അതൊക്കെ വളരെ സിമ്പിളായി. ഒരു ചെറിയ മഴക്കോളുള്ളതുകൊണ്ട് നെൽക്കതിര് സുരക്ഷിതമായിട്ട് ഒരു ടർപ്പാളിയും വെച്ച് മൂടി വെച്ചു. ഇന്ന് രാത്രി മുഴുവൻ എത്ര മഴ പെയ്താലും ഈ ടർപ്പാളിൻ്റെ ഉള്ളിൽ നെൽക്കതിര് സുരക്ഷിതമായിട്ടിരിക്കും. അങ്ങനെ ഒരു രാത്രി കൂടി വിട വാങ്ങി പ്രഭാതമായി. അങ്ങനെ ഒരു ഉത്സവ പ്രതീതിയോടുകൂടി ഈ നെൽക്കതിർ തല്ലാൻ ആൾ വന്നു. ഈ തല്ലുന്ന നെൽക്കതിരിന് കറ്റ എന്നാണ് പറയുന്നത്. ഈ കറ്റ തല്ലുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അതിലുള്ള നെല്ലുകളെല്ലാം കൊഴിഞ്ഞ് താഴെ പോവും. അങ്ങനെ കറ്റ തല്ലിയിട്ട് ശേഷിക്കുന്ന വൈക്കോൽ ദൂരത്തോട്ടെറിയും. പണ്ടൊക്കെ മിക്ക വീടുകളിലും വൈക്കോൽ കൂനകളുണ്ടായിരുന്നു. ഇപ്പോൾ വൈക്കോൽ കൂന കാണാനേ കിട്ടാറില്ല. തൊഴിലാളി ദൗർബല്യം ഏറ്റവും അനുഭവിക്കുന്ന ഒരു കൃഷിയാണ് നെൽകൃഷി. കാരണം ഇപ്പോൾ ഉള്ള ഈ തലമുറ കഴിഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് ആർക്കും ഈ പണി അറിയത്തില്ല. ഒരുപാട് റീൽസിലൊക്കെ ബംഗാളികൾ ഞാറ് നടുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത്? ഈ കൊയ്ത്തിന് ശേഷം പാലക്കാട് ഒരു വിശ്വാസമുണ്ട്. കൊയ്ത നെല്ല് അവിലാക്കി തേങ്ങയും ശർക്കരയും വെച്ച് ഉരുണ്ട പിടിച്ച് ഒരു വിളക്കിന് മുന്നിൽ കഴിക്കണം. കഴിക്കുന്ന സമയത്ത് ആ ദീപം അലസാതിരുന്നു കഴിഞ്ഞാൽ ആ വർഷം മുഴുവൻ നല്ലതാണ് എന്നുള്ളൊരു വിശ്വാസം. പുത്തിരി ഉണ്ണുക എന്നാണ് ഈ ആചാരത്തിൻ്റെ പേര്. അങ്ങനെ കറ്റയെല്ലാം അടിച്ചു കഴിഞ്ഞിട്ട് അവർ ഭക്ഷണം കഴിക്കാൻ പോയി. വീണ്ടും ഭക്ഷണത്തിന് ശേഷം പണി തുടങ്ങി. ഇപ്പോൾ പതിര് കളഞ്ഞിട്ട് നെല്ല് കാറ്റത്തിടുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ പാലക്കാട് കാണുന്ന ഒരു സ്ഥിരം കാഴ്ചയാണിത്. ഈ വൈക്കോല് ഉണങ്ങിയതിന് ശേഷം വൈക്കക്കൂനയാക്കിയിട്ടാണ് കൊടുക്കാറ്. അങ്ങനെ കൊയ്ത്തിന് ശേഷം കിട്ടിയ ഈ നെല്ല് കാണുമ്പോൾ വളരെ സന്തോഷമാണ്. 4 മാസത്തെ കാത്തിരിപ്പ്. ഇനി ഈ നെല്ലെല്ലാം ചാക്കിലാക്കി സപ്ലൈകോയ്ക്ക് കൊടുക്കും. നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ എടുക്കും. ഒരു ചൊല്ലുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം.
വെയിലേറ്റ് മഴയേറ്റ് മണ്ണിൻ്റെ മണമറിഞ്ഞ് മനമറിഞ്ഞ് നിധി സൃഷ്ടിച്ചവർ നിലം പതുക്കെ തിരിച്ചറിയുന്നു നിധി അവർക്കല്ല പോലും.